ട്രംപിൻ്റെ പേര് ഒന്നാമത്. നെതന്യാഹുവും യൂറോപ്യൻ നേതാക്കളും പിന്നാലെ. ഇറാന്റെ പ്രതികാര പട്ടികയെന്ന പേരിൽ പുറത്തുവന്ന ഇൻഫോഗ്രാഫിക് ലോകത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്നു. അതിനിടെ അമേരിക്ക അപ്രതീക്ഷിതമായി സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ച് നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധമോ സമാധാനമോ എന്ന ചോദ്യം ശക്തമാകുന്നു. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ മാസങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ പുതിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ് ഇറാനിയൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ഇൻഫോഗ്രാഫിക്. അമേരിക്ക, ഇസ്രയേൽ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ പ്രമുഖ രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ പട്ടികയെ പ്രതികാര പട്ടിക എന്നാണ് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഈ പട്ടികയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്, US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് എന്നിവരുടെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പട്ടികയ്ക്ക് ഇറാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതായിട്ടുള്ള സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. ടെഹ്റാനിൽ നിന്നുള്ള ഹംഷഹരി എന്ന പത്രം ഓൺലൈനിൽ പങ്കുവച്ച ഗ്രാഫിക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്. ഇതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ആസൂത്രിത സൈനിക നടപടി താൽക്കാലികമായി മാറ്റിവെച്ചതായും നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാണെന്നും പ്രഖ്യാപിച്ചത്. ഹോർമുസ് കടലിടുക്ക്, ഇറാന്റെ ആണവ പദ്ധതി തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു പുതിയ ധാരണയിലെത്താൻ ശ്രമം നടക്കുന്നുവെന്ന സൂചനയും പുറത്തുവരുന്നു. അതേസമയം പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം ഇപ്പോഴും അതീവ ഗുരുതരമാണെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. UAE, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റിൻ, ജോർദാൻ, ഇറാഖ്, ലബനൻ, ഒമാൻ, ഇസ്രയേൽ തുടങ്ങി നിരവധി രാജ്യങ്ങളിലുള്ള അമേരിക്കൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ പ്രദേശം വിടാൻ തയ്യാറായിരിക്കണമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം 5 മാസത്തിലധികമായി തുടരുന്നതിനിടയിൽ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ, ഇറാന്റെ മുന്നറിയിപ്പുകൾ, ഹൂതി ആക്രമണങ്ങൾ, ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വം എന്നിവ ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര സുരക്ഷയും ഇപ്പോഴും സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യം: നയതന്ത്ര ചർച്ചകൾ യഥാർത്ഥ സമാധാനത്തിലേക്കാണോ വഴിമാറുന്നത്, അതോ ഇത് വലിയ മറ്റൊരു സൈനിക ഏറ്റുമുട്ടലിന് മുൻപുള്ള ഇടവേള മാത്രമാണ്? അടുത്ത ദിവസങ്ങളിലെ അമേരിക്ക ഇറാൻ നീക്കങ്ങളാകും പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.